കലൂർ അപകടത്തിൽ വീഴ്ച സമ്മതിച്ച് GCDA. സൈറ്റ് എഞ്ചിനീയർ SS ഉഷയെ സസ്പെൻഡ് ചെയ്തു. അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്തും. ഭാവിയിൽ സ്റ്റേഡിയത്തിലെ പരിപാടികൾക്ക് എല്ലാ അനുമതിയും ലഭ്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുമെന്നും GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള പറഞ്ഞു. മൃദംഗാഭൂഷന്റെ ഭാഗത്തു നിന്ന് ഈ നൃത്തപരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. അതിൽ ഇതുപോലെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച് വേണ്ടപ്പെട്ട എല്ലാ അംഗീകാരവും ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് കാണുന്നത് അതിൽ വലിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ അന്വേഷണമുണ്ട്. പക്ഷേ GCDയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, GCDA ഇപ്പോൾ വീഴ്ച സമ്മതിക്കുകയാണ്. നേരത്തെ സംഘാടകരുടെ തലയിൽ ഇടാൻ ശ്രമിച്ച ആ വീഴ്ച ഇപ്പോൾ വ്യക്തമാവുന്നു. ആരിൽ നിന്നാണ് തുടക്കത്തിലെ പാളിയത് എന്നുള്ളത്, എന്തൊക്കെയാണ് പരാതികളായി വരുന്നത്, എങ്ങനെയാണ് GCDA അത് ന്യായീകരിക്കുന്നത്? ഈ അപകടമുണ്ടായി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും GCDA ഒരു നടപടികളിലേക്ക് കടന്നിരുന്നില്ല. ഇന്നാണ് കമ്മിറ്റി യോഗം ചേരുകയും അച്ചടക്ക നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്ന് തന്നെയാണ് GCDA ചെയർമാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സൈറ്റ് എഞ്ചിനീയർ ഉണ്ട്. ഈ സൈറ്റ് എഞ്ചിനീയറാണ് ഈ സ്ഥലത്തെത്തി ഇത് കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടിയിരുന്നത്. പക്ഷേ സൈറ്റ് എഞ്ചിനീയർ SS ഉഷ ഇത് നടത്തിയില്ല. ഈ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി SS ഉഷയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വീഴ്ച GCDയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംബന്ധിച്ചതായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഇനി ഇത്തരത്തിലുള്ളൊരു വീഴ്ച ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒരു സുരക്ഷാ സേഫ്റ്റി പ്രോട്ടോകോൾ ഉൾപ്പെടെ GCDA തയ്യാറാക്കൂ എന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ നേരത്തെ അന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അക്കാര്യത്തിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇത് സംബന്ധിച്ച് വിശദമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് GCDA തീരുമാനിച്ചിട്ടുണ്ട്. ഏതെല്ലാം തലത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമുണ്ട്. അതിന് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു എഞ്ചിനീയർ കൂടി സെക്രട്ടറിയെ നിഗമിക്കുകയും ചെയ്യും. ഇവർ രണ്ടുപേരും ചേർന്ന് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകും. അതിനുശേഷമായിരിക്കും മറ്റാളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം GCDA ചെയർമാനെതിരെ തന്നെ ഉയർന്ന ഒരു ആരോപണം തന്നെയായിരുന്നു. സാധാരണ രീതിയിൽ GCDAക്ക് ഒരു അപേക്ഷ എത്തുന്നു, അത് ചെയർമാൻ പിന്നീട് പരിഗണിക്കുന്നു, അത് അപ്രൂവൽ കൊടുക്കുകയായിരുന്നെങ്കിൽ ഈ മൃദംഗാഭൂഷന്റെ ആപ്ലിക്കേഷൻ എത്തിയത് ചെയർമാൻ നേരിട്ട് കയ്യിലോട്ടാണ്. പക്ഷേ അവിടെ ഈ എസ്റ്റേറ്റ് കമ്മിറ്റി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈ എതിർപ്പ് മറികടന്നുകൊണ്ട് ചെയർമാൻ അതിന് അനുമതി നൽകുകയായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഉദ്യോഗസ്ഥർ പല അഭിപ്രായങ്ങളും പറയും, പക്ഷേ കായികേതര ആവശ്യങ്ങൾക്ക് ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനപ്രകാരം തന്നെയാണ് ഇപ്പോൾ ഇത് വിട്ടു നൽകിയിരിക്കുന്ന ഒരു ന്യായീകരണമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തിരിക്കുന്നത്. സിജോ, ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വീഴ്ച ആർക്ക് തുടക്കത്തിലെ പറ്റി എന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് തുടക്കം മുതൽ തന്നെ ഇവരിത് വിശദീകരിച്ചതിൽ പോലും വലിയ തെറ്റുണ്ട് എന്നതല്ലേ? കാരണം ആ സ്റ്റേഡിയം എങ്ങനെ ഉപയോഗിക്കണം, 12,000 പേര് പ്ലസ് അതിൽ അനധികൃതമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്തി എന്നുള്ളതെല്ലാം ഉൾപ്പെടെ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയിൽ ഒതുങ്ങുമോ കാര്യങ്ങൾ? ഒരു സസ്പെൻഡ് ചെയ്തതുകൊണ്ട് തീരുമോ കാര്യങ്ങൾ? GCDAയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും നടപടികൾക്ക് സാധ്യതയുണ്ടോ? അന്വേഷണം ഏതു തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക? കൂടുതൽ നടപടികൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഈ അന്വേഷണ വിധേയം പ്രാഥമിക ചുമതല എന്ന നിലയിലാണ് ഈ സൈറ്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സൈറ്റ് എഞ്ചിനീയറാണ് ഈ അനുമതി നൽകിയതിന് ശേഷം ഈ സ്ഥലത്തെത്തി, പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി ഇവർ മാനദണ്ഡ പ്രകാരം തന്നെയാണോ ഈ പരിപാടികൾ നടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടത്. പക്ഷേ അവരവിടെ എത്തുകയോ അത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകുകയോ ചെയ്തിരുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ മാനദണ്ഡത്തിന് വിരുദ്ധമായി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് തടയുന്നതിനും അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ സൈറ്റ് എഞ്ചിനീയർക്കായിരുന്നു. അപ്പോൾ പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു യോഗം ചേരുകയും ഇതിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി മറ്റ് വിഭാഗങ്ങൾക്ക്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് വിശദമായ പഠനം തന്നെ ഉണ്ടാകും. അതിനാണ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ സംഘാടകരെയൊക്കെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം
GCയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ പ്രാഥമികമായ പരിശോധനകൾ പോലും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി.